രാത്രി അവിടെ ഉണ്ടായിട്ടില്ല മോനെ, അവിടെ ഉണ്ടായിട്ടില്ല രാത്രി. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ ഭർത്താവിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് അല്ല ഞങ്ങൾ പോയിട്ടുണ്ടാവുക. നമ്മൾ പുഴൻ്റെ അടുത്താണ് പോരാ. മുന്നപ്പുഴയുടെ അടുത്താണോ വീട്? ഇവിടെ ചൂരൽമല സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ പോയിട്ടുണ്ടാകും. നമ്മൾ അവിടുന്ന് പുഴൻ്റെ അടുത്തുനിന്ന് ഓടി വരുന്നതും റോട്ടിലേക്ക്, ആ മെയിൻ റോട്ടിലേക്ക്, ആ റോഡിൻ്റെ അതിലേയും വന്നല്ലോ. ഞങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞങ്ങൾ ബാക്കിയായത്. അവിടെ ഇപ്പോൾ നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്ക് ഇല്ലാതായി പോയില്ലേ? അല്ല, വാതിൽ പൂട്ടിയിട്ട് പോകുമ്പോൾ അടുത്തുള്ളവരടുത്ത് പറഞ്ഞിട്ട് പോയി. പ്രേമ മോനേട്ടൻ പറയും, അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അന്ന് രാത്രി വിളിച്ചു നോക്കുമ്പോൾ അവരെ കിട്ടുന്നില്ല. അപ്പോൾ അവർ മോളെ വീട്ടിൽ പോയി എന്ന് വിചാരിച്ച് പിന്നെ അവരെ മോളെ വിളിക്കുമ്പോഴാണ് കിട്ടുക. അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ നമ്മൾ അടുത്തുള്ളവർ പോയി. എപ്പോഴാണ് നിങ്ങൾ സംഭവമൊക്കെ അറിഞ്ഞത്? അന്ന് രാത്രി തന്നെ അറിഞ്ഞു. രാത്രി മുണ്ടക്കയത്തെ ഇവർ ഉഷ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു, ആ സേട്ടു പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ മക്കളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് മുണ്ടക്കൈ പൊട്ടി ചൂരൽമല സ്കൂൾ റോഡൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കേട്ട് തരിച്ചു പോയി. നമ്മൾ വാതിൽ പൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതിലും പിന്നെ കേൾക്കുന്ന ഇതാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു 2-3 ദിവസം കൂടി നിൽക്കട്ടെ, ഞങ്ങൾക്ക് പെരല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ക്യാമ്പ് പോയത്. ഒന്നുമില്ല അവിടെ, ഒരു പൊടി പോലും ഇല്ല. ഇപ്പം JCB കൊണ്ട് മാന്തിയപ്പോഴാണ് നമ്മളെ പുതപ്പും കാര്യങ്ങളൊക്കെ. എന്നിട്ടും അതിന് അത്ഭുതമായിട്ട് നമ്മളെ പിന്നെ മണ്ണിൻ്റെ അടിയിൽ താന്നു പോയിക്കുക. നമ്മളെ അൽമറയൊക്കെ എൻ്റെ പാസ്പോർട്ടൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയല്ലോ, അത് അത്ഭുതം. അതും പിന്നെ ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് 4 മാസം കഴിഞ്ഞിട്ടുണ്ട് ആ പോലീസ് വിളിച്ചിട്ട് തന്ന്. ഒന്നും പറ്റിയില്ല, അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ പൊതിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൂത്തച്ഛൻ ആ ഇടയ്ക്ക് മരിച്ച്, മൂപ്പരേട്ടനെ. അപ്പോൾ അവിടെ പോയി JCB ഒക്കെ മാന്തണ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തുനിന്ന് വന്ന കുട്ടികൾ പറഞ്ഞ്, ഉമ്മ നിങ്ങൾ 2 മരിപ്പ് ഞങ്ങളിവിടെ തെരഞ്ഞതാണ് പറഞ്ഞ്. അങ്ങനെ അവിടെയൊക്കെ കുളം പോലെ ആക്കിയിട്ടിക്കണ്. നിങ്ങൾ ഇവിടെ 2 ലോണ്ട് പെരക്കാർ പിന്നെ 2 പിന്നെ 2 കൂട്ടറിൻ്റെ വീട് പിന്നെ പോയിക്കണ്. അവിടെ ആളുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയില്ലല്ലോ. മണ്ണിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞ് തിരയാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴാണ് തിരച്ചിൽ അവിടെ തിരയാതിരുന്നത്. അതിൻ്റെ പെട്ടുപോയിന്ന് കരുതിക്കണേ. പിന്നെ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന എല്ലാവരും ഞങ്ങളവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ തിരയാതിരുന്നത്. എന്നാലും അവിടെ തിരഞ്ഞപ്പോൾ വേറെ ദൂരത്തുനിന്ന് അടുത്തുനിന്നൊക്കെ വന്ന ആൾക്കാർ ആ സ്ലാബിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ മോനപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു എന്താ പറയുക, അത്രയും വലിയ വിഷമാണ്. അതിനി മരിക്കുന്നവരെ മാറുമില്ല. ഇതവിടെ ടൗൺഷിപ്പിൽ പിന്നെ 47 അവിടെ നിന്ന് വരുമ്പോൾ ഫസ്റ്റ്, ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ ഭർത്താവും ഞാനപ്പോൾ ഉള്ളു. മോന് മേപ്പാടി ഭാഗത്താണ്. അവർ പുത്തുമല പൊട്ടിയപ്പോൾ തന്നെ അവർ മാറിയതായിരുന്നു മേപ്പാടിക്ക്. അവരെ വീട്ടുകാരൊക്കെ മാറിയപ്പോൾ